ഭർത്തൃപിതാവായ ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയ സംഭവം കേരളം ഒന്നാകെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു. ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും കാർണവർ അറിഞ്ഞതോടെയാണ് കൊലയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കിയത്. അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയ കാർണവരെ ഉറക്കത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ ഷെറിന് പുറമെ ബാസിദ് അലി, നിതിൻ എന്ന ഉണ്ണി, ഷാനു റഫീഖ് എന്നിവരെയും കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. ഷെറിൻ ഉടൻ ജയിൽ മോചിതയാകും. മോചന ഉത്തരവ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തുകയും ചെയ്തു. നിലവിൽ പരോളിൽ കഴിയുന്ന ഷെറിൻ ജയിലിലേക്ക് എത്തിയാൽ ജയിൽ മോചിതയാകും. ജൂലൈ 24 വരെയാണ് ഷെറിന്റെ പരോൾ കാലാവധി. ഷെറിന്റെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടുകൂടിയാണ് മോചനത്തിനായുള്ള സാധ്യത തുറന്നുകിട്ടിയത്. ഷെറിനടക്കം 11 പ്രതികളുടെ ശിക്ഷാ ഇളവാണ് ഗവർണർ അംഗീകരിച്ചത്. നേരത്തെ ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കണമെന്ന് സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇവർക്ക് അടിക്കടി പരോൾ ലഭിച്ചത് വിവാദത്തിന് വഴിവെക്കുകയാണ് ഉണ്ടായത്. ഇതിനിടെ തന്നെ ഷെറിൻ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ചു എന്നുള്ള വിവരവും പുറത്തു വന്നതാണ്. ഇതോടെ രാജ്ഭവൻ വിഷയത്തിൽ ഇടപെടുകയും ഷെറിന്റെ മോചനം സംബന്ധിച്ച തീരുമാനം സർക്കാർ താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ ഷെറിൻ അടക്കമുള്ള പ്രതികളുടെ മോചനം സംബന്ധിച്ച ശുപാർശ ഗവർണർ വിശദമായി പരിശോധിച്ചു. തുടർന്ന് ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം, ശിക്ഷ, പരോൾ ലഭ്യമായത്, ജയിലിലെ പെരുമാറ്റം, ജയിലിൽ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോറം രാജ്ഭവൻ ഏർപ്പെടുത്തി. ശുപാർശയോടൊപ്പം തന്നെ ഈ ഫോറം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിക്കുകയായിരുന്നു. 14 വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ 500 ദിവസത്തോളമാണ് ഷെറിന് പരോൾ ലഭിച്ചത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്തും ഷെറിന് ആദ്യം 30 ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച 30 ദിവസവും കൂടി പരോൾ ലഭിച്ചിരുന്നു. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചായിരുന്നു ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തത്. 2009 നവംബർ 7-നാണ് ഭർത്തൃപിതാവ് ചെറിയനാട് തിരുത്തുമേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാർണവരെ ഷെറിൻ കൊലപ്പെടുത്തിയത്. ശാരീരിക വെല്ലുവിളികളുള്ള ഭാസ്കര കാർണവരുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാവി സുരക്ഷിതമാക്കാനും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു 2001 ഇവർ വിവാഹിതരായത്. പക്ഷേ ഷെറിന്റെ മറ്റു ബന്ധങ്ങളും ദാമ്പത്യ പൊരുത്തക്കേടുകളും പുറത്തറിഞ്ഞതോടെയാണ് ഭർത്തൃപിതാവിനെ ഷെറിൻ കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം അന്വേഷണങ്ങളും മറ്റും നടക്കുകയും 2010 ജൂൺ 11 മാവേലിക്കര അതിവേഗ കോടതി ഷെറിനെ ശിക്ഷിക്കുകയുമായിരുന്നു. തുടർന്ന് ഷെറിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വൈകാതെ തന്നെ ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി. അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചത് പിടികൂടിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2015 മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ വെച്ച് വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുട അനുവദിച്ച് വലിയ വിവാദം സൃഷ്ടിച്ചു. മാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും ഷെറിനെതിരെ പരാതികൾ ഉയർന്നു വന്നു. അത്തരത്തിൽ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവെയാണ് ഇപ്പോൾ ഈ വിധി എത്തിയിരിക്കുന്നത്.